അതാണ് നബാത്തിയ ഖുതുബ ഓതുന്ന പലരും ഖുതുബയിൽ ഇന്നല്ലാഹ അമറക്കും ബിഅംരിൻ ബദഅ ഫീഹി ബിനഫ്സി വസന്നാ ബിമലായികതിഹിൽ മുസബ്ബിഹതി ബിഖുദ്സി വഅയ്യഹ ബിൽമുഅ്മിനീന അതെ, ആദ്യം പറഞ്ഞു നിങ്ങളോട് അല്ലാഹു ഒരു കാര്യം കൽപ്പിച്ചു. ആ കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ അവൻ തന്നെ നിർവഹിക്കുന്നു എന്ന് അവൻ തുടങ്ങി പറഞ്ഞു. രണ്ടാമതായി അവന്റെ മലക്കുകൾ അത് നിർവഹിക്കുന്നു എന്ന് പറഞ്ഞു. വഅയ്യഹ ബിൽമുഅ്മിനീന മിൻ ബരിയതിഹി, അവന്റെ സൃഷ്ടികളിൽ നിന്ന് അവൻ അയ്യുഹ എന്ന് വിളിച്ചുകൊണ്ട് പറഞ്ഞു. അതാണ് അയ്യുഹ എന്ന് പറഞ്ഞാൽ അയ്യുഹ എന്ന് വിളിച്ചുകൊണ്ട് പറഞ്ഞു. അതാണ് ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ. നിശ്ചയം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മലക്കുകളും യുസല്ലൂന അലൻ നബി, അല്ലാഹുവിന്റെ നബിയായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് നിർവഹിക്കുന്നു. യാ അയ്യുഹല്ലദീന ആമനൂ, അതാണ് അയ്യഹ എന്ന് പറഞ്ഞാൽ അയ്യുഹ ഇട്ട് വിളിച്ചു എന്നാണ് അതിന്റെ അർത്ഥം. ചിലർ അതിന്റെ അർത്ഥം മനസ്സിലാക്കാത്തതുകൊണ്ട് അവിടെ അത് മാറ്റിയിട്ട് അയ്യദ എന്നൊക്കെ ആക്കി മാറ്റലുണ്ട്. അയ്യുഹ യാ അയ്യുഹല്ലദീന ആമനൂ, ഓ മുഅ്മിനീങ്ങളെ എന്ന് വിളിച്ചുകൊണ്ട് അല്ലാഹു തആല പറഞ്ഞു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ, നിങ്ങൾ ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് നിർവഹിക്കണം. വസല്ലിമു തസ്ലീമാ, ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും നിങ്ങൾ വകവെച്ചു കൊടുക്കുകയും ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യണം. അതിന്റെ പുറമെ നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സമാധാനത്തിന്റെ സന്ദേശം പറയണം, സലാം ചൊല്ലണം, സ്വലാത്ത് ചൊല്ലണം, സലാം ചൊല്ലണം. സുബ്ഹാനല്ലാഹ്, ഇവിടെ യാ അയ്യുഹല്ലദീന ആമനൂ, ഓ സത്യവിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ടാണ് അല്ലാഹു പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോ വഅദ് പറയുമ്പോ നിങ്ങളൊക്കെ സ്വലാത്ത് ചൊല്ലണം എന്ന് പറയുമ്പോ മുസ്ലിം അല്ലാത്ത ഒരാളും അപ്പൊ ചോദിക്കരുത് ഇപ്പൊ ആരെയത് കിട്ടുക എന്നും ചോദിക്കരുത്. ഇപ്പൊ അതിനറിയാ കിട്ടുക, ഇപ്പോഴും കിട്ടും, എപ്പോഴും കിട്ടും, ഈമാനുള്ളവരെ കിട്ടും, വിശ്വാസമുള്ളവരെ കിട്ടും, അവരെ വിളിച്ചിട്ടുള്ളൂ. അല്ലാതെ വേറെ ആരെയും, ഇസ്ലാം മതം വിശ്വസിക്കാത്ത ഒരാളെയും, ഇസ്ലാം മതം വേണ്ടാന്ന് പറഞ്ഞ് വലിച്ചെറിഞ്ഞു പോയ ഒരു മുർത്തദിനെയും ഒരാളെയും സ്വലാത്ത് ചെല്ലാൻ വേണ്ടി വിളിച്ചിട്ടില്ല. യാ അയ്യുഹല്ലദീന ആമനൂ, ഏതുപോലെ യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ നുദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ, ഇന്ന് വെള്ളിയാഴ്ച രാവാണ്, നാളെ വെള്ളിയാഴ്ചയാണ്. മുഅ്മിനീങ്ങളെ വിളിച്ചുകൊണ്ട് അല്ലാഹു തആല പറഞ്ഞു മുഅ്മിനീങ്ങളെ ഇദാ നുദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅത്തി, വെള്ളിയാഴ്ച ദിവസം പ്രാർത്ഥനയിലേക്ക്, നിസ്കാരത്തിലേക്ക് നിങ്ങളെ വിളിക്കപ്പെട്ടാൽ ഫസ്ഔ ഇലാ ദിക്രില്ലാഹ്, അല്ലാഹുവിന്റെ ദിക്റായ ഖുതുബയിലേക്ക് നിങ്ങൾ അടക്കത്തോടെ ഒതുക്കത്തോടെ പോകണം. ഖുതുബ എന്നത് കേവലം ഒരു പ്രസംഗമല്ല, അത് ദിക്റാണെന്നാണ് ഖുർആൻ പറയുന്നത്.